ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച ആൾ പിടിയിൽ. താനെയിൽ നിന്നാണ് ഹോട്ടൽ ജീവനക്കാരനായ പ്രതിയെ പിടികൂടിയത്. ഇയാൾ കുറ്റം സമ്മതിച്ചതായി മുംബൈ പോലീസ് വെളിപ്പെടുത്തി. ആരണ്യ CG ഉണ്ട് വിശദാംശങ്ങളുമായി. ആരണ്യ, എവിടെ നിന്നാണ് ഇയാളെ പിടികൂടിയത്? പ്രതി കുറ്റം സമ്മതിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇയാൾ ഇത്തരത്തിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്. ഇതിനു മുമ്പ് 2 പേർ കസ്റ്റഡിയിൽ എടുത്തിരുന്നു പോലീസ്. പക്ഷേ ആദ്യഘട്ടത്തിൽ എടുത്തയാളെ പിന്നീട് പോലീസ് പറഞ്ഞത് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടാണെന്ന്. അതിനുശേഷം മറ്റൊരാളെ കസ്റ്റഡിയിൽ എടുക്കുന്നു ഇന്നലെ. അയാളുമല്ല പ്രതി. ഇന്ന് ഈ അടുത്ത ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് പിടിയിലായ ആളാണ് യഥാർത്ഥ പ്രതി എന്നാണ് മുംബൈ പോലീസ് പറയുന്നത്. ഇയാൾ താനെയിലെ ഒരു റെസ്റ്റോറന്റ് ജീവനക്കാരന് ആണെന്നാണ് പറയുന്നത്. പിന്നീട് ഇയാളുടെ പേര് കൂടി പോലീസ് വെളിപ്പെടുത്തുന്നുണ്ട്. വിജയ്ദാസ്, റെസ്റ്റോറന്റ് ജീവനക്കാരനായ വിജയ്ദാസ് ആണ് പിടിയിലായത്. ഇയാൾ കുറ്റം സമ്മതിച്ചതായും പോലീസ് പറയുന്നുണ്ട്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ പോലീസും ഇയാളെ കുറിച്ചുള്ളത് പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇയാളൊരു വെയിറ്ററായിട്ടും അതുപോലെ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിട്ടും ജോലി ചെയ്യുന്ന ആളാണ് വിജയ്ദാസ് എന്ന് പറയുന്നത്. അതായത് ഇന്ന് രാവിലെ 9 മണിക്ക് മുംബൈ പോലീസ് വാർത്താ സമ്മേളനം വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിലായിരിക്കും പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളെ കുറിച്ചും പോലീസ് വിശദീകരിക്കുക. ഏതായാലും ഇതിനു മുൻപ് 2 പേർ പിടിയിലായിരുന്നു. ഇപ്പോൾ 3ാമത് പിടിയിലായിരിക്കുന്നയാളാണ് യഥാർത്ഥ പ്രതി എന്നാണ് മുംബൈ പോലീസ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. സെയ്ഫ് അലി ഖാന്റെ കുത്തേറ്റ സംഭവം നമുക്കറിയാം, സിനിമാ ലോകത്തെയും പ്രത്യേകിച്ച് ബോളിവുഡിനെ ആകെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു. മുംബൈ ബാന്ദ്രയിൽ അതീവ സുരക്ഷയുണ്ട് എന്ന് കരുതപ്പെടുന്ന ഒരു കെട്ടിടത്തിലാണ് സെയ്ഫ് അലി ഖാനും കുടുംബത്തിന് നേരെ ആക്രമണം ഉണ്ടായതും. ആരുണ്യ, ഈ ആക്രമണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഈ പറയുന്നത് പോലെ ഇത് മോഷണത്തിന് വേണ്ടിയാണ് എന്നൊക്കെയുള്ള തരത്തിൽ വിവരങ്ങൾ വന്നിരുന്നല്ലോ. പോലീസ് അത് തന്നെയാണോ പറയുന്നത്? ഇയാൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കൃത്യം നടത്തിയത്? അങ്ങനെയുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? അതായത് പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന വിവരം ഈ പ്രതിയുടെ പേര്, അയാൾ ചെയ്യുന്ന ജോലി, എവിടെ നിന്നാണ് അയാൾ പിടിയിലായത്, ഇത്രയും കാര്യങ്ങളാണ് പോലീസ് ഈ ഘട്ടത്തിൽ പുറത്തുവിട്ടിട്ടുള്ളത്. ഇന്ന് രാവിലെ 9 മണിക്ക് വിളിച്ചു ചേർക്കാനിരിക്കുന്ന വാർത്താ സമ്മേളനത്തിലായിരിക്കും എന്തിനാണ് ഈ ആക്രമണം നടത്തിയത്, ഇത് മോഷണ ശ്രമമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആലോചന ഇതിന് പുറകിലുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലായിരിക്കും പോലീസ് വിശദീകരിക്കുക. ആതിര, അത് തന്നെയാണിപ്പോൾ സെയ്ഫ് അലി ഖാന് കുത്തേറ്റ സംഭവത്തിലെ യഥാർത്ഥ പ്രതി പിടിയിലായിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് പോലീസ് ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്നത്. താനെയിൽ നിന്നുള്ള ഒരു വെയിറ്ററായും കെട്ടിട നിർമ്മാണ തൊഴിലുമൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഈ ഘട്ടത്തിൽ പിടിയിലായിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ, മോഷണത്തിന് വേണ്ടിയാണോ, എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു കുറ്റകൃത്യം ചെയ്തത് എന്നതുള്ളതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ടെന്നാലും രാവിലെ 9 മണിയോടുകൂടി പോലീസ് പത്രസമ്മേളനം നടത്തും എന്നുള്ളതാണ് കരുതുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആരണ്യ CG.